നീ വന്നേ. എന്തുവാ കിട്ടിയോ? കണ്ടോ കണ്ടോ? ഈ വാതിൽ അടച്ചിട്ടേക്കുന്നുണ്ടോ? ആ കണ്ടു. എന്നാ പിന്നെ ഓയിച്ചൂടെ ഇതിനകത്തോണ്ടെന്ന്. നീ എന്തുവാ ഇങ്ങനെ കുന്തം മിനിങ്ങനെ നിൽക്കുന്നത്? ഒന്ന് വിളിക്ക് ലച്ചു. அம்மா ஒன்னும் செய்யாதீங்க அம்மா பாவம். മിണ്ടരുത് കേട്ടാ. എന്നെ ലച്ചു. ലച്ചു നീ കണ്ടില്ലേ അതിനകത്ത് രണ്ടും കൂടെ കതവ് അടച്ചിരിക്കണേ. നിനക്കൊന്നും പറയില്ലേ? പറ ലച്ചു. ഞാൻ കണ്ട് എന്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ അമ്മായി. ഞാൻ ഇതിലിപ്പോ എന്ത് ചെയ്യാനാ? ആ ചേച്ചി ഒന്നും ചെയ്യണ്ട, മാറിക്കങ്ങോട്ട്. കേശുവേ മര്യാദക്ക് കഥ തുറന്നോ. മാറിങ്ങോട്ട്. ഞാൻ ചവിട്ടി പൊളിക്കും. മര്യാദക്ക് കഥ തുറന്നോ. ചവിട്ടി പൊളിക്കല്ലേ, വാടക വീടാണ്. ആ വാടക വീട് അവിടെ നിക്കട്ടെ. നീ കാർപ്പറ്ററിന്റെ വെളിയിൽ ലച്ചു. ചേച്ചി എല്ലാ കാര്യത്തിനും ചേച്ചിയല്ലേ ഞങ്ങൾ കൂടെ വന്നേ. ഞങ്ങളെ കൈ വിടല്ലേ പ്ലീസ്. പിന്നെ ഞങ്ങളെ കാല കൂട്ടുന്നേ. നീ എന്തിനാ ചേച്ചിയുടെ കൈ കയറി പിടിക്കുന്നേ? മാറിക്കോട്ടെ. നീ വാ തുറക്കരുത് കേശേ. സ്വന്തം ചേട്ടന്റെ കൂടെ നീയൊക്കെ നീ ഒരു അനിയത്തിയല്ലേ? നീ വെറും കിളവി. മുത്തന്നെ കയറിപ്പോ. എന്റെ കൊച്ചിനെ മുത്തേന്ന് ചക്കരൊന്നും വിളിച്ചേക്കരുത് കേട്ടാ. അങ്ങനെ പറഞ്ഞോടമ്മ. அம்மா பாசத்தினால கூப்பிடுறாங்கம்மா. നീ മിണ്ടരുത്. രണ്ടുപേരും ഇപ്പം പെട്ടിയും പ്രമാണോടത്തോട് ഇവിടെ ഇറങ്ങിക്കോണം. ഇറങ്ങ. അതെ, ഞാൻ പടവലത്തൊന്നല്ല നിക്കണേ. അമ്മൂമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ അമ്മൂമ്മ ഇറങ്ങിപ്പോ. ലച്ചു, ഈ പറയുന്നത് നീ കേൾക്കുന്നില്ലയോ? അതെ, ഇത് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടാ. ആര് വാടകയ്ക്ക് എടുത്തേക്കണ വീട്? അമ്മായിയാ? ആര് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്? വാടക ചീട്ടൊക്കെ അമ്മയുടെ പേരില്ല. അപ്പൊ എന്റെ അമ്മ വാടകയ്ക്ക് എടുത്തേക്കണ വീട്. ഇവിടെ താമസിക്കാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും അവകാശമുണ്ട്. അല്ല, ഞങ്ങൾക്കും അവകാശമുണ്ട്. അങ്ങനാണെങ്കിൽ വാടകയ്ക്ക് ഷെയർ തരണം. പോയ വെച്ചേ അവിടുന്ന്. മതി, നിർത്തിക്കോ. ചേച്ചി വിളിക്ക്. നെയ്യാറ്റിങ്ങര, പടവലം, കുഴിപ്പുള്ള, ശർക്കര എല്ലാത്തിനും ഇപ്പൊ വിളിച്ചു വരുത്തിക്കോ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് വേണം അവിടെ വായിരിക്കണം ഞാൻ കേൾക്കാൻ. നടക്കൂല. ഒരു കാര്യം ചെയ്, അമ്മമ്മ വിളിച്ചു പറ. എനിക്കൊന്നും വയ്യ, നീ അങ്ങ് വിളിച്ചാ മതി. ആന്റി വിളിക്കാൻ പോയിട്ടുണ്ട്. കേശു, മെർലിനെ, എടാ നിങ്ങൾക്ക് രണ്ടുപേർത്തും ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. നിങ്ങൾ രണ്ടും ചെറിയ പിള്ളേരാണടേ. ആണ്. ഇവന് 21 വേണ്ടി കാത്തിരിക്കുവായിരുന്നല്ലേ നീ? ഇവിടെ ഇപ്പൊ നിലവിലുള്ള ആകപ്പാടുള്ള ഒരേ ഒരു ആന്തരി പഴം ഇങ്ങോട്ട് നിക്കണം പറഞ്ഞോണ്ട് നിങ്ങൾ കയറി അങ്ങ് പോലെ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്വഭാവം വല്ലതും മാറിയാ ഇനി നീ വാ തുറക്ക. നിന്റെ നാക്കിനെ അതിനെ മെറിലിവിടെ ചാവണം. മുത്തേ, എന്താ മുത്തേ? நான் மதுரைக்கு போறேன். എവിടെ പോണില്ല, അകത്ത് പോ. முடியாது, நான் போவேன். ചെയ്യാത്ത முடியாது. അനകം അകത്ത് പോ. முடியவே முடியாதம்மா, நான் மதுரைக்கு போவேன். എങ്ങും പോണില്ല. நான் போவேன், அவ்வளவுதான். പോവാൻ നോക്ക്. അങ്ങനെ ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. நான் போவேன். പോവൂല. நான் போவேன், அவ்வளவுதான். ചേച്ചി முடியாது. എന്നെ കളിക്കല്ല. முடியாது. ഫണ്ണി ഫെലോസ്.